യജൂജ് മഅജൂജ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ജനത ഉണ്ട്. ആ ജനത യൂറോപ്യൻസാണ്. അവർ ലോകത്തെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ആ വിപ്ലവങ്ങൾക്കൊന്നും തഖ്വയുടെ അടിസ്ഥാനം ഉണ്ടാവില്ല, പടച്ചവനെ പേടി ഉണ്ടാവില്ല. അവരുടെ സ്വാധീനമാണ് ലോകത്ത് ഏറ്റവും വലിയ തകർച്ച ഉണ്ടാവുക. അവരിൽ നിന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നൂഹ് നബിക്ക് 3 മക്കളുണ്ടായിരുന്നു. പ്രളയത്തിന് ശേഷം ആ 3 മക്കളാണ് ലോകത്ത് സിവിലൈസേഷൻസ് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് സാമാണ്. സാമിൽ നിന്ന് മധ്യേഷ്യയിലും മറ്റും ഇന്ന് നമ്മൾ കാണുന്ന വെളുത്ത വർഗം സാമിൽ നിന്നുണ്ടായി. ആഫ്രിക്കയിലും മറ്റുമൊക്കെ കാണുന്ന കറുത്ത വർഗം ഹാമിൽ നിന്നുണ്ടായി. 3ാമത്തെ മകൻ യാഫസ് മധ്യധരണിയായും കടന്ന് യാത്ര പോയി, അഥവാ മെഡിറ്ററേനിയൻ സമുദ്രം. അദ്ദേഹത്തിനുണ്ടായ മക്കളാണ് 2 മക്കളുണ്ടായി. ഒന്ന് യജൂജ്, ഒന്ന് മഅജൂജ്. അവർ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അപ്പുറത്താ താമസമർപ്പിച്ചത്. അതിൽ നിന്നുണ്ടായ വളർന്നുണ്ടായ വർഗമാണ് യജൂജ് മഅജൂജ്. അതാണ് യൂറോപ്യൻസ്. ഒരു ഇംഗ്ലീഷിന്റെ അക്ഷരം അറിയാത്ത ആളുകളാണ് അലക്സാണ്ട്രിയ മുതൽ യൂറോപ്പിന്റെ സൈപ്രസ് വരെ കുടിനാട്ടിയത്. അസ്ഹാബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമിക്കടയിൽ നിങ്ങൾ കണ്ട അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പല അത്ഭുതങ്ങളും അള്ളാഹുവിന്റെ സഹായത്താൽ കണ്ടിട്ടുണ്ട്. ചൈനയിലെ വൻമതിൽ കണ്ടിട്ടുണ്ട്, താജ്മഹൽ കണ്ടിട്ടുണ്ട്, പലതും റബ്ബിന്റെ സഹായത്താൽ. ലോകാത്ഭുതങ്ങൾ പലതും കണ്ടിട്ടുണ്ട് റബ്ബിന്റെ സഹായത്താൽ. എന്നാൽ പെട്രാപട്ടണം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ അറിഞ്ഞിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മറുപടി പറയുക, അത് അസ്ഹാബ് മുഹമ്മദ് നബിയുടെ സ്വഹാബികളെ പോലെ ഒരു അത്ഭുതം ലോകം പ്രസവിച്ചിട്ടില്ല. ഇവർക്ക് എന്താണെന്നാൽ ഇവർക്ക് ലാറ്റിന്റെ ഭാഷ അറിയൂല, ഇവർക്ക് ഇംഗ്ലീഷ് അറിയൂല, ഹിന്ദി അറിയൂല, ഒന്നും അറിയൂല. അവരിൽ ഏറിയ ആളുകളും ബർബറികളോടുകൂടെ ആടുമേച്ച് നടന്നവർ മാത്രമാണ്. പക്ഷേ ഏഷ്യയും ആഫ്രിക്കയും മാത്രമല്ല, യൂറോപ്പിൽ, ലോകത്തെവിടെ അന്ന് മാനവിക സിവിലൈസേഷൻ ഉണ്ടോ അവിടെയെല്ലാം അവർ കുടിനാട്ടിയിട്ട് പോകും. അവിടെയെല്ലാം ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കി. അവർക്ക് ശേഷം വന്ന ചില ഭരണകൂടങ്ങൾ, ഇന്നത്തെ അമേരിക്കയുടെ ഒരു 100 ഇരട്ടി വലിപ്പമുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം അസ്ഹാബ് റസൂലുള്ളാഹി. അവർക്കൊന്നും അറിയൂല എന്ന് പറഞ്ഞാൽ, അവർക്ക് ഖുർആൻ അറിയും, ഹദീത്ത് അറിയും, ഇംഗ്ലീഷൊന്നും അറിയില്ല, ചൈനീസ് ഭാഷയും അറിയില്ല. സഅദ് ബിൻ അബി വഖാസിനെ ചൈനയിലേക്ക് പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫ. ചൈനക്കാർക്ക് അറബിയും അറിയില്ല, സഅദിന് ചൈനീസും അറിയില്ല. ഇന്ന് ഔദ്യോഗിക കണക്കനുസരിച്ച് 20 മില്യൺ മുസ്ലിമീങ്ങളാണ് ചൈനയിലുള്ളത്. അത് അത്രയൊന്നും അല്ല, അതിന്റെ എത്രയോ ഇരട്ടിയുണ്ട്. 20 മില്യൺ മുസ്ലിമീങ്ങൾ. ഇതിന്റെ അടിസ്ഥാനം സഅദ് ബിൻ അബി വഖാസാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ, ഈ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ചൈനയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചൈനീസ് അറിയില്ല, ചൈനക്കാർക്ക് അദ്ദേഹത്തിന്റെ ഭാഷ അറിയില്ല. പക്ഷേ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അള്ളാഹുവിലുള്ള പേടികളോർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിൽ ഭയം ഇല്ലെങ്കിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിയേയില്ല. നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായം. ഉദ്യോഗസ്ഥന്മാർ അധികരിച്ചു, വിദ്യാഭ്യാസ ലക്ഷണം അധികരിച്ചു, എല്ലാം അധികരിച്ച് മുസ്ലിം സമുദായം പുറകോട്ട് യാത്ര പോകുക. അത് കേൾക്കണമെന്ന് വലിയ സുഖമില്ല, പക്ഷേ സംഗതി അങ്ങനെയല്ല. എന്തുകൊണ്ട്? മുത്തഖീങ്ങൾ സമൂഹത്തിലില്ല എന്നതാണ് കാരണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അള്ളാഹുവിലുള്ള ഭയം സമൂഹത്തിലുണ്ടായാൽ സ്വാഭാവികമായി ആ സമൂഹത്തിൽ വളർച്ച. ഞാനിനി ഒരു ഉദാഹരണത്തിലേക്ക് ഇറങ്ങി വരാം. നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ബഹുമാനിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം വെള്ളിയാഴ്ചയാണ്, തകർച്ചയുടെ അടിസ്ഥാനം വെള്ളിയാഴ്ചയാണ്. ഇഹ്യയിൽ കാണാം, ബാബുൽ ജുമുഅയിൽ കാണാം. ഇമാം ഗസ്സാലിയാണ് ഇഹ്യയിൽ ഇത് വിശദീകരിക്കുന്നത്. ഇമാം ഗസ്സാലിയെ നിങ്ങൾക്കറിയാലോ, ലോകം കണ്ട 1000 കൊല്ലത്തിനുള്ളിൽ ഹിജ്റ 500 വഫാത്താവുന്നത്. 505 ഹിജ്റ 505 ഇമാം ഗസ്സാലി വഫാത്താവുന്നത് റളിയല്ലാഹു അൻഹു. 1000 കൊല്ലത്തിന് അതിനുശേഷം 1000 കൊല്ലായി. എന്നിട്ട് ഇന്ന് വരെ ഈ 1000 കൊല്ലത്തിന്റെ ഉള്ളിൽ ലോകത്ത് ഇങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടായിട്ടില്ല. അത്രയും വലിയ ആളാണ് ഇമാം ഗസ്സാലി. ബഹുമാനപ്പെട്ട ഒരു കാര്യങ്ങളെ വിശദീകരിച്ചിട്ട് പറയാണ്, അവ്വലു ബിദ്അത്തിൻ ഫിൽ ഇസ്ലാമി തഅഖീറു ഇത്യാനിൽ ജുമുഅ. മുസ്ലിം ലോകത്തിന്റെ തകർച്ച ജുമുഅക്ക് വരാൻ ആളുകൾ നേരം വൈകിയത് മുതൽ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമല്ല. ഒന്നും മുസ്ലിം സമുദായത്തിന് ഉപകരിക്കില്ല. മുസ്ലിം സമുദായത്തിന് ഉപകരിക്കണമെങ്കിൽ ഇതിപ്പോ ഒരു മൊബൈലാണ്. ഇത് സാംസങ് കമ്പനി പുറത്തിറക്കിയ ഒരു മൊബൈലാണ്.
ഞാനും സാദിഖലി തങ്ങൾ കൂടെ കഴിഞ്ഞ 2 മാസം മുമ്പ് ദുബായി പോയപ്പോൾ അവർ ഒരാൾ എനിക്കും തങ്ങൾക്ക് ഓരോ മൊബൈലാണ്. അതങ്ങനെ കിട്ടിയാൽ മൊബൈലാണ്. ഇത് തരുമ്പോൾ ഇതിന്റെ പാക്കിന്റെ ഉള്ളിൽ ഇതിന്റെ ഒരു കാറ്റലോഗ് കൂടി ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ കാറ്റലോഗ് എന്ന് ചോദിച്ചാൽ, ആ കാറ്റലോഗ് നോക്കിയിട്ടാണ് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. എന്നാൽ പരമാവധി നമുക്കത് കൂടുതൽ കാലം, മനസ്സിലാവണില്ലേ പറഞ്ഞത്, ഉപയോഗിക്കാൻ കഴിയും. അതെങ്ങനെ ഉപയോഗിക്കണം, എവിധമായിരിക്കണം, എങ്ങനെ ആകരുത്, എങ്ങനെ ആവണം, എത്ര മണിക്കൂർ ചാർജിലിടണം, എത്ര മണിക്കൂർ ചാർജ് ഏറരുത് കുറയരുത്, ഇതൊന്നും തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ല. അതിന്റെ അവകാശം ഇതുണ്ടാക്കിയ കമ്പനിക്ക്. അങ്ങനെ തന്നെയല്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങളെ അന്തം വിട്ട് നോക്കുന്നതന്നെ. എനിക്കെന്തോ പറ്റിയോ പറയുന്നത് മനസ്സിലാവണില്ലേ? എന്റെ കൂടെ വരി. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു കൃത്യമായ സാഹിത്യ ഭംഗിയുള്ള പ്രഭാഷണമൊന്നുമല്ല. ഒരു ഏറനാടൻ ഗ്രാമീണൻ, ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ പ്രസംഗത്തിനായിന്നേ ഉള്ളൂ. അതെങ്ങനെ ആയിന്ന് പോലും എനിക്കറിയൂല. നിങ്ങൾ വളരെ ചിന്തിക്കണം ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കും, ഇത് ആ കാറ്റലോഗ് അനുസരിച്ച്, അത് പരമാവധി ലാസ്റ്റ് ചെയ്യാണ്. പരമാവധി അതിന്റെ ഗുണം ഇതിന്റെ ഉപഭോക്താവിന് കിട്ടാൻ വേണ്ടിയാണ് ഈ കാറ്റലോഗിൽ ഈ നിയമങ്ങളൊക്കെ ഉള്ളത്. എങ്കിൽ ഈ കാണുന്ന മെഷീന്റെ സംവിധായകൻ അല്ലാഹു. ആ അല്ലാഹു ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇറക്കി തന്ന കാറ്റലോഗാണ് ദീനുൽ ഇസ്ലാം. നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായോ? കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാർത്ര ചിന്തിക്കുമ്പോൾ ചിന്തിക്കണ്ട, ഫ്രോയിഡ് ചിന്തിക്കുമ്പോഴേയും ചിന്തിക്കണ്ട. അവരൊക്കെ പരാജയപ്പെട്ടു പോയ ജനതയാണ്. അവർ ആരാണെങ്കിലും, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും അവരെയൊക്കെ ഖുർആൻ യജൂജ് മഅജൂജ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ജനത ഉണ്ട്. ആ ജനത യൂറോപ്യൻസ് ആണ്. അവർ ലോകത്തെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ആ വിപ്ലവങ്ങൾക്കൊന്നും തഖ്വയുടെ അടിസ്ഥാനം ഉണ്ടാവില്ല, പടച്ചവനെ പേടി ഉണ്ടാവില്ല. അവരുടെ സ്വാധീനമാണ് ലോകത്ത് ഏറ്റവും വലിയ തകർച്ച ഉണ്ടാവുക. അവരിൽ നിന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നൂഹ് നബിക്ക് 3 മക്കളുണ്ടായിരുന്നു. പ്രളയത്തിന് ശേഷം ആ 3 മക്കളാണ് ലോകത്ത് സിവിലൈസേഷൻസ് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് സാമാണ്. സാമിൽ നിന്ന് മദേശയിലും മറ്റും ഇന്ന് നമ്മൾ കാണുന്ന വെളുത്ത വർഗം സാമിൽ നിന്നുണ്ടായി. ആഫ്രിക്കയിലും മറ്റുമൊക്കെ കാണുന്ന കറുത്ത വർഗം ഹാമിൽ നിന്നുണ്ടായി. 3ാമത്തെ മകൻ യാഫസ് മധ്യധരണിയായും കടന്ന് യാത്ര പോയി, അഥവാ മെഡിറ്ററേനിയൻ സമുദ്രം. അദ്ദേഹത്തിനുണ്ടായ മക്കളാണ് 2 മക്കളുണ്ടായി. ഒന്ന് യജൂജ്, ഒന്ന് മഅജൂജ്. അവർ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അപ്പുറത്ത് താമസമർപ്പിച്ചത്. അതിൽ നിന്നുണ്ടായ വളർന്നുണ്ടായ വർഗമാണ് യജൂജ് മഅജൂജ്. അതാണ് യൂറോപ്യൻസ്. അവർ വലിയ കരുത്തുള്ള ആളുകളാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം അവർക്കാണ്. പക്ഷെ എന്നാൽ അതിന്റെ ഒന്നും ആധാരത്തിൽ എന്തില്ല? അള്ളാഹുവിനെ പേടി. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഓരോ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവരെ കൊണ്ടൊക്കെ ചില ഗുണങ്ങളില്ല, ചില ഗുണങ്ങളുണ്ടാവും, അതിന് ബാക്കിൽ ദോഷം ഉണ്ടാവും. ഫുൽഡാൻ വെച്ചിട്ട്, വാഴക്കന്ന് വെച്ചിട്ട് പിന്നെ അതിൽ വാഴക്കൊല ഉണ്ടായാൽ, ആ നേന്ത്രവാഴ കഴിച്ചാൽ വയറിനറിയില്ലേ? വയററിയും, പക്ഷെ ബാക്കിൽ ക്യാൻസർ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കും. അതിന്റെ ദോഷവും അതിന്റെ ചില ഗുണങ്ങൾ ഉണ്ടാവും, അതിന് ചില ദോഷം ഉണ്ടാവും. ഫുൽഡാൻ കലക്കിയിട്ടുള്ള വെള്ളം ഒരാൾ ദാഹത്തിനാണ് കുടിച്ചു, ദാഹം മാറൂലേ? അതി മനുഷ്യന്മാരെ, ഫുൽഡാൻ കലക്കിയിട്ട് ഒരാൾ വെള്ളത്തിൽ കലക്കിയിട്ട് ദാഹിച്ചപ്പോൾ കുടിച്ചു, ദാഹം മാറൂലേ? ദാഹം മാറും, പക്ഷെ വല്ലാതെ നേരം പിന്നെ ബാക്കി ഉണ്ടാവും. ഇതാണ് യൂറോപ്യൻ സംസ്കാരം. അവരോട് നിങ്ങൾ ഷാണിന് ഷാണായും ചെരുപ്പിന് ചെരുപ്പായും പിൻപറ്റുമെന്ന് മദീനത്ത് ഉള്ള വലിയൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ്. ആ മനുഷ്യനാണ് നമ്മുടെ നേതാവ്. ഫ്രോയിഡ് അല്ല, സാർത്രല്ല, ഐൻസ്റ്റീൻ അല്ല. നമ്മുടെ നേതാവ് മുഹമ്മദാണ്. ആ മുഹമ്മദിനെ അള്ളാഹു ഇറക്കി കൊടുത്തതാണ് 6000 ആയത്തിൽ. അതാണ് നമ്മുടെ കാറ്റലോഗ്. അത് മനസ്സിലാക്കും. നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു ഭയം ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ പേടിക്കാത്ത ഒരാൾ ലോകത്തുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നുമില്ല. 4 മാപ്പിളാർ കൂടിയാൽ ഇന്ന് വേറുള്ളവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുമെന്നല്ലാത്തൊരു വർത്താനം ഇപ്പൊ പറയാറേയില്ല. 4 മാപ്പിളാർ ഒരു തീന്മേശമ കൂടിയാൽ പോലും പറയുക നമ്മളല്ലാത്തവരുടെ വളർച്ചയും നമ്മുടെ പരാജയവും. അങ്ങനെ തന്നെയല്ലേ?
അതല്ലാതെ എന്താണ് മാപ്പിളക്ക് പറയാനുള്ളത്? 4 മാപ്പിളാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, ഒരു കല്യാണത്തിന്റെ ഭക്ഷണ മേശക്ക് വരും 4 മാപ്പിളാർ കൂടി എന്നാൽ ഇപ്പോൾ പറയാനുള്ള പ്രവർത്തനം നമ്മളല്ലാത്തവർക്കുണ്ടായ വളർച്ചയും നമ്മൾക്കുണ്ടായ നിന്ദയും. എന്നാലോ എന്ത് നിന്ദത നമുക്കുണ്ടായത്? നമുക്ക് എല്ലാ വിദ്യാഭ്യാസത്തിലും വളർച്ച വികാസം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗുളികാന്ന് കേട്ടാൽ ബോധം കിട്ട് വേണ്ടിയിരുന്ന മലബാറിലെ മാപ്പിളാരെ കൂട്ടത്തിൽ നിന്ന് മെഡിക്കൽ എൻട്രൻസിൽ റാങ്ക് വാങ്ങി ജയിച്ച ഹിബ എന്ന പെൺകുട്ടി മഞ്ചേരിക്കാരി. നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? ഇതൊന്നും ബാപ്പക്കയുടെയും മറ്റും കാലത്ത് നമുക്കില്ല. ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ കൊണ്ടുപോയി എന്തല്ലാതെ വരും പടച്ചോനെ പേടി. അള്ളാഹു നമ്മളെ നയിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ വേറെ സംഘടനയെ പോലെയല്ല, നമ്മൾ മുഅ്മിനീങ്ങളാണ്. മുഅ്മിൻ അല്ലാത്തവരെ ഒക്കെ ശൈത്താൻ സഹായിക്കും, മുഅ്മിനെ സഹായിക്കും. 2004 മാറാട് തല്ലുണ്ടായത്. ഇന്നും പള്ളി തുറന്നിട്ടില്ല. എത്ര കളക്ടർമാരും പള്ളി തുറന്നില്ല, ഇന്നും തുറന്നിട്ടില്ല. കള്ള് ഷാപ്പിൽ രാവിലെ തല്ലുണ്ടായാൽ 10 മണിക്ക് പൂട്ടിയാൽ 4 മണിക്ക് മുമ്പ് നടക്കും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിന്റെ വഴിക്ക് ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കള്ള് ഷാപ്പ് കഴിഞ്ഞ് പിന്നെ ദേശം കൂടി പോയാൽ ഭാര്യ വീടെത്തും. കുറച്ച് ലോക്കൽ ആളുകൾ താമസിക്കുന്ന ഏരിയ, അവിടെ കള്ള് ഷാപ്പിന്റെ ചില ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു വലിയ വിഷമാണ്. അങ്ങനെ ഒരു ദിവസം ഈ കള്ള് ഷാപ്പിൽ ഒരു കൊലപാതകം നടന്നു. അപ്പൊ ഞാനും ഭാര്യ വീട്ടിലുണ്ട്. അപ്പൊ അമ്മോശാക്ക എന്നോട് എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ കള്ളുഷാപ്പില് കൊലപാതകം നടന്ന പോലീസ് വന്ന് കൂട്ടിന്നാ. അപ്പൊ ഞാനും വിചാരിച്ചു അൽഹംദുലില്ലാ ആ മുസീബത്ത് ഇവിടുന്ന് പോയല്ലോ, അതിനി ഉണ്ടാവില്ലല്ലോ, അൽഹംദുലില്ലാ അത് പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പോല. അപ്പൊ ഫുള്ള് ആളുകളെ വലിയ റായത്തിലാണ്. 4 മണിക്ക് മുമ്പ് വന്നു. മാറാട് പള്ളിയിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല. പ്രശ്നത്തിൽ അകപ്പെട്ട ചില ആളുകൾ അവിടേക്ക് ഓടിപ്പാഞ്ഞു കയറി, ചില ആളുകൾ ഇത്രയേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസിനും അറിയാം, പട്ടാളത്തിനും അറിയാം, ജുഡീഷ്യറിക്കും അറിയാം, ഭരണകൂടത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പള്ളി ഒന്നും. കാരണം പള്ളി പൂട്ടുന്നതിലാണ് ഇബ്ലീസിന്റെ താല്പര്യം, കള്ള് ഷാപ്പ് തുറക്കുന്നതിലാണ് ഇബ്ലീസിന് താല്പര്യം. ഇബ്ലീസ് ഒരാളാണെങ്കിലും വലിയ ആളാണ്. 1,24,000 മെമ്പർമാർ പണിയെടുത്തിട്ടും കൂടുതൽ മെമ്പർമാർ ഇബ്ലീസിനെ കിട്ടിയത് ഒപ്പം ഒറ്റക്കാണ്. പുറത്തു പറയണ്ട, ഇതൊരു സ്വകാര്യ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം നമ്മൾ കാര്യം മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്ന ഒരു 1,24,000. എന്നിട്ട് അവർ ഖലീലമ്മ 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 അള്ളാഹ് പറഞ്ഞു കേൾക്കുന്നത് ഖലീലമ്മ. ഖലീലൻ എന്ന വാക്കിനേക്കാൾ സൂപ്പർലറ്റീവാണ് ഖലീലമ്മ. ഖലീലൻ കുറച്ച്, ഖലീലമ്മ വളരെ കുറച്ച്. 1,24,000 സെലക്ടഡ് മെമ്പേഴ്സ്. അവർക്ക് രാവും പകലും വഴി. മറ്റേ ചങ്ങാതിക്ക് ഒന്നുമില്ല, വഴിയുമില്ല, പട്ടാളമല്ല, മലക്കുമില്ല, ഒന്നുമില്ല. ഒറ്റക്ക്. ആര്? എന്താ നിങ്ങൾ ഉറങ്ങുന്നത്? പറയേ. ഇബ്ലീസ് ഒന്നല്ല. എന്നിട്ട് ഇബ്ലീസ് ഒറ്റക്ക്, എന്നിട്ടും കൂടുതൽ സെലക്ടഡ്, എന്നിട്ടും കൂടുതൽ മെമ്പേഴ്സിനെ കിട്ടിയത് ഇബ്ലീസിനാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മാർഗ്ഗമുള്ളൂ. നമ്മൾ എന്തും നമുക്കുണ്ടാകാം, എന്തുണ്ടാകണം, എന്തും ഉണ്ടാകണം എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. എല്ലാം ഉണ്ടാകും. ഒരു ബാർബർ ഷാപ്പ് പോലും ഒരു മുസ്ലിമീങ്ങൾ നാട്ടിലില്ലെങ്കിൽ അതിൽ മുസ്ലിമീങ്ങൾ കുറ്റക്കാരാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? ഒരു ബാർബർ പണിയെടുക്കുമ്പോൾ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് വലത്തെ ഭാഗത്ത് കത്തിവെച്ച് തുടങ്ങുന്ന ഒരാളായാൽ അതിന്റെ സുന്നത്ത് വീടാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് ബാക്കി എന്ത്? സ്കൂളും മദ്രസയും ഒന്നാമത്തെ ബാർബർ ഷാപ്പ് പോലും ഒരു ഫർദ് കിഫായല്ല. പക്ഷെ എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രശ്നം കൂടി പറയാണ്. മുസ്ലിം ലോകത്തിന്റെ തകർച്ചയുടെ അടിസ്ഥാനം വെള്ളിയാഴ്ച അടിസ്ഥാനപ്പെടുത്തിയതാണ്. മാതൃക മഹല്യ സംവിധാനത്തിൽ ഒന്നാമതായി ലെവലാക്കേണ്ടത് പഴയകാല വെള്ളിയാഴ്ചകളിലേക്ക് നമ്മുടെ വെള്ളിയാഴ്ച മടങ്ങിപ്പോകും. പിന്നെ ബാക്കിയൊക്കെ അള്ളാഹു തോന്നിപ്പിച്ചു. എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ തോന്നണ്ട, അവസരോചിതം തോന്നിപ്പിക്കും. ആര് പറയും? മനുഷ്യന്മാരെ. ആര്? അള്ളാഹു നമ്മൾ പറഞ്ഞ പണിയെടുത്തു, പിന്നെ അവസരത്തെ അള്ളാഹു തോന്നിപ്പിക്കും. ഇത് മഹലിന്റെ നമ്മളുടെ അവസ്ഥ എന്താ? എല്ലാവരും ആരും പ്രത്യേകിച്ച് ആലോചിക്കണ്ട, നമ്മളെ പറ്റി ആലോചിക്കണം, ഓരോരുത്തരെ പറ്റി ആലോചിക്കണം. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. രണ്ടാമത്തെ ഖുത്ബയുടെ അവസാനത്തെ വാക്ക് അത് പറയുമ്പോൾ ഹിമായത്തോടെയാണ് കയറും. പിന്നെ
രണ്ടാമത്തെ സലാം മുട്ടിയാൽ ഒന്ന് പോലും ചെയ്യും. ആകെ കിട്ടുന്ന ലാഭം ചെരുപ്പ് കട്ടുപോകില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ജുമഅകൾക്കുള്ള ലാഭം ചെരുപ്പ് കട്ടുപോകില്ല. കാരണം നേരത്തെ തന്നെ പോയാൽ അവസാനം അറിഞ്ഞാൽ ചെരുപ്പ് കട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ആകെ ഇന്നത്തെ നമ്മൾ എല്ലാവരും ബാങ്കോട് കൂടെ മലക്ക് അവരുടെ ഏട് പൂട്ടും. റിക്കാർഡിൽ ഉണ്ടാവും. ഇസ്ലാം ഒരു ജനത ജുമഅക്ക് നേരം വൈകിച്ചാൽ ആ ജുമഅയിൽ ആ ജനതയിലെ ആ ഏരിയയിലെ മുസ്ലിമീങ്ങളെ ബറക്കത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അള്ളാന്റെ ഭാഗത്താണ് ബറക്കത്ത് ചെയ്യേണ്ടവൻ ആരാണ്? അല്ലാഹു. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇസ്രായേലി ജനതയ്ക്ക് അവരുടെ പ്രധാന ആരാധനാ ദിവസം ശനിയാഴ്ചയാണ്, ശാബത്ത് നാൾ, സാറ്റർഡേ. മനസ്സിലായില്ലേ പറഞ്ഞത്? 6 ദിവസം കൊണ്ട് ആകാശങ്ങളെ സൃഷ്ടിച്ച ദൈവം ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്നാണ് ഇന്ന് പഴയ നിയമം. അതുകൊണ്ട് അവർ ശാബത്ത് നാളിൽ എന്ത് ചെയ്യും? പ്രധാന ആരാധന അങ്ങനെയാണ്. അതാണ് ജൂതവിശ്വാസം. ഒരു കുഫ്റാണ് അവരുടെ വിശ്വാസം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ശനിയാഴ്ച, പക്ഷെ ആ ശനിയാഴ്ചകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് തൊഴിൽ ഹറാമാക്കി. ഒരു പണിയെടുക്കാൻ പാടില്ല. ശനിയാഴ്ച അവർക്ക് ഒരൊറ്റ പണിയുള്ളൂ. എന്ത്? ആരാധനാലയങ്ങളിൽ പൊതു ആരാധനയിൽ പങ്കെടുക്കുക. നമുക്ക് തൊഴിൽ ചെയ്യുന്നത് ഹറാമൊന്നുമല്ല. പക്ഷേ എത്ര നേരത്തെ ജുമഅക്ക് പോകുന്നോ അത്രയും ഇലാഹിന്റെ പൊരുത്തം ആ വ്യക്തിയിലും ആ സൊസൈറ്റിയിലും ഉണ്ടാവും. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എന്റെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പീടിക തുറക്കൂല. എന്റെ നാട്ടിലെ അവസ്ഥ പീടിക തുറക്കൂല. ചായപ്പീടിക മാത്രം ഒരു 9 മണി വരെ തുറക്കും. പല ചരക്ക് കടകളൊന്നും തുറക്കൂല, മറ്റൊന്നും തുറക്കൂല. എന്ന് വെള്ളിയാഴ്ച സ്ഥാപനങ്ങളൊക്കെ തുറക്കാം. പിന്നെ അന്നക്കാലത്ത് പ്രധാനപ്പെട്ട ആൾക്കാലത്തെ ഒരു തൊഴിൽ ഒന്നുകിൽ ചെറിയ ചെറിയ കച്ചവടം, പിന്നെ കൃഷിപ്പണി. കണ്ണിന്റെ പുറത്ത് നുകം വെക്കൂല. എന്ന് വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ യഫ്സഉഹു മൻ ഫിസ് സമാവാത്ത്. ഞങ്ങൾക്ക് അടിസ്ഥാന പറഞ്ഞു തരാണ്. ഇവിടെ നിങ്ങൾക്ക് പോയാൽ രക്ഷപ്പെടും. വഴിയാണല്ലോ കാണിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പാളം തെറ്റിയാൽ വണ്ടിയെ പിടിച്ച് പാളത്തിലാക്കി കൊടുത്താൽ മതി. ഇനി അങ്ങനെ റോട്ടിൽ പോകും. ഇപ്പോൾ നമ്മൾ പാളം തെറ്റി ഓടുന്ന വണ്ടിയാണ്, പാളത്തിൽ കയറാം. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇത് എല്ലാ മഹല്ലുകളിലും ഇതൊന്നും മനുഷ്യരൊരു പ്രശ്നമേ ഇല്ല. പഴയകാല മുസ്ലിമുകളുടെ അവസ്ഥ എന്താണ്? പഴയകാല മുസ്ലിമുകളുടെ അവസ്ഥ, അവർ വെള്ളിയാഴ്ച ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏർപ്പെടില്ല, ഒന്നും ഉണ്ടാവില്ല. 7 വരെ ജുമുഅ വരെ. ജുമുഅ കഴിഞ്ഞാലോ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ ഏറ്റവും ബറക്കത്ത് എപ്പോഴാ? വെള്ളിയാഴ്ച ജുമുഅ കഴിയാൻ ഷട്ടറാണ് കൊടുക്കുക. ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ പോയിക്കോളൂ, അള്ളാന്റെ ഫളിന് വേണ്ടി തേടിക്കോളൂ, കിട്ടും. അള്ളാഹ് തന്നെ പറഞ്ഞാണ്. പിന്നെ കച്ചവടം തുടങ്ങിക്കോളൂ. മനസ്സിലായി പറഞ്ഞ ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅ ദിവസം അത് പ്രധാന മഹല്ലിന്റെ കേന്ദ്ര പള്ളിയാണ്. പള്ളിയിലെ പ്രധാന ആരാധന എന്നാ പറയും മനുഷ്യന്മാരെ? എന്നാ? വെള്ളിയാഴ്ച എല്ലാവരും നേരത്തെ വരാൻ തുടങ്ങിയാൽ ആ മഹല്ലാണ് എല്ലാവരും നേരത്തെ വരുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു അവരിലേക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുന്നവൻ നമ്മളല്ല. ആരാണ്? അള്ളാഹു. പിന്നെ എന്ത് തോന്നിപ്പിക്കുന്ന പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു തോന്നിപ്പിക്കും. ചിന്തിക്കും. രാജ്യം ഭരിച്ച ഭരണാധികാരി തമ്മാടിയായിരുന്നു. അയാള് കതിർക്കുലകളെ പശുക്കൾ തിന്നതായി സ്വപ്നം കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ യൂസുഫിനോട് പറഞ്ഞു അലൈഹിസ്സലാം, സ്വപ്ന വ്യാഖ്യാനത്തിന് യൂസുഫ് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു അലൈഹിസ്സലാം. എന്റെ വ്യാഖ്യാനം 7 കതിർക്കുലകൾ 7 ക്ഷേമ വർഷങ്ങളുടെ ഉദാഹരണമാണ്. കതിർക്കുലകളെ 7 പശുക്കൾ തിന്നുന്നത് 7 ക്ഷാമവർഷങ്ങളുടെ പ്രതീകമാണ്. മൊത്തം ഇമ്പോർട്ടന്റ് ആയ 14 വർഷം വരാൻ പോകുന്നുണ്ട്. 7 വർഷം നല്ല കൃഷി ഉണ്ടാവും. പിന്നെ 7 വർഷം ഭൂമിയിലേക്ക് മഴയോട്ട് പെയ്യില്ല, ഭയങ്കര പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഈ കാലത്തെ കളപ്പുരകളിൽ ശേഖരിച്ചു കൂട്ടി അടുത്ത കാലത്ത് റേഷൻ ചെയ്യണം. ഈ സംവിധാനം ഉണ്ടാക്കണം. ഇതോടുകൂടെ വിയർത്തുപോയി ആര്? രാജാവിന് എന്താണ് ഒരു നിശ്ചയമില്ല. രാജാവിനൊന്നും നിശ്ചയമില്ല. അപ്പോൾ യൂസുഫ് പറഞ്ഞു, പേടിക്കണ്ട, അവസരോചിത എല്ലാ കാര്യം ഞാൻ ചെയ്തു തരാം. എന്നാ യൂസുഫ് എവിടെയെങ്കിലും പോയിട്ട് രാഷ്ട്രമീമാംസ തത്വങ്ങൾ കേംബ്രിഡ്ജിൽ പോയി പഠിച്ചിട്ടുണ്ടോ? പറയും മനുഷ്യന്മാരെ, ഉണ്ടോ? പറയും മനുഷ്യന്മാരെ, ഉണ്ടോ? ലോകത്തെ എക്കണോമിക്കൽ വിദഗ്ധനാണോ യൂസുഫ്? അല്ല. പിന്നെ യൂസുഫ് ആരാ? അള്ളാന്റെ നിയമനുസരിച്ച് ജീവിക്കുന്ന ആളാ. അവസരോചിതം ആര് പറഞ്ഞു? അല്ലാഹു. ഇതാണ് ഒന്നാമത്തെ പാഠം.
എല്ലാവരും കുട്ടികൾക്ക് ഞാൻ പോകട്ടെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലാണ്. ഇനി സ്കൂളിന്റെ അവസ്ഥ തന്നെ എന്താ? ഇതിനേക്കാൾ മുസ്ലിമുകൾ ന്യൂനപക്ഷമായ കാലഘട്ടത്തിൽ മദ്രസയെ അന്യസമുദായം ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മദ്രസയെ അന്യസമുദായം ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില പ്രധാനപ്പെട്ട ആളുകൾ മദ്രസ ഇല്ലാതാക്കാൻ എങ്ങനെയുണ്ട് വഴി ആലോചിക്കുന്ന ഒരു കാലമാണിത്. ഞാൻ ശശികല ടീച്ചറുടെ പ്രസംഗം ഈ ആഴ്ച കേട്ടു. എല്ലാം കൂടി പറയാൻ എനിക്ക് നേരല്ല. പരിചയ എന്താ പറയുന്ന പഠിച്ചവൻ 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിടിച്ച് ജയിലിടും. അതാണ് ഇപ്പൊ നിർഭയയായിട്ട് ശശികല ടീച്ചർ പറയുന്നത്. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് കഴിഞ്ഞു? നമ്മുടേതായ ചില കാര്യങ്ങളെ നമ്മൾ നിസ്സാരപ്പെടുത്തിയപ്പോൾ അവർ നിസ്സാരപ്പെടുത്തി. നിങ്ങൾ ചിന്തിക്കും, 8-9 ക്ലാസ്സുകളിൽ ഞാനാണ് സ്കൂൾ ലീഡർ. എന്റെ നാട്ടിൽ 7, 8, 9 ക്ലാസ് ഞാനാണ് സ്കൂൾ ലീഡർ. 7, 8 പഠിക്കുന്ന കാലത്ത് മദ്രസയുണ്ട്, സ്കൂളും ഉണ്ട്, മദ്രസയും. മദ്രസയിലെ ഞങ്ങൾക്കൊരു മൂസ മുസ്ലിയാരി എന്നൊരു ഉസ്താദ്. അദ്ദേഹം 10 മണി പൂർത്തിയായി അടിച്ചാലേ മദ്രസ ഇറങ്ങാൻ വയ്ക്കും. 10 മണിക്ക് സ്കൂളോടും. മൂത്ത മുസ്ലിയാർക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. അത് മൂപ്പർക്ക് ബെല്ലടിച്ചോ എന്ന് പറയണമെങ്കിലുള്ള പ്രശ്നം ടം 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 എന്ന് പറഞ്ഞാൽ 10ാമത്തെ ടം എന്നും കൂടി കേട്ടാലേ ഇനി അടിച്ചോന്നാ വരും. മനസ്സിലായില്ല? ഈ ഘടികാരം മണിയടിച്ചിട്ട് അവസാനത്തെ ടം കൂടി കേട്ടാലേ ഇനി അടിച്ചോക്കാം. പിന്നെ സ്വലാത്തിന് വലിയ ദ്വായം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തെ നേരം പോയി. ഞാനാകട്ടെ സ്കൂൾ ലീഡറാണ്. അസംബ്ലിയിൽ പ്രതിജ്ഞയിൽ കൊണ്ടിട്ട് ഞാനാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കേണ്ട ആളും ഞാനാണ്. മദ്രസയിലെ പ്രധാനപ്പെട്ട ആളും അതിന്റെ മുന്നിലുള്ള ആളും അതും ഒന്ന് വിദ്യാർത്ഥികളോട് ഒന്ന് ഞാൻ തന്നെ. നമ്മളിതിന്റെ ഇടയിൽ ചേത്താന്റെയും കടലിന്റെ ഇടയിൽ കുടുങ്ങാൻ. പക്ഷെ അതിന്റെ ഇടയിൽ കരുണാകരൻ മാഷ് എന്ന ഒരാളുണ്ടായിരുന്നു. കരുണാകരൻ മാഷ് എന്ത് ചെയ്തു? 10 എന്നുള്ള സമയം 10:30 ആക്കി. സ്കൂൾ ഹെഡ് മാഷ് കരുണാകരൻ മാഷ് 10 എന്നുള്ള സമയം എത്രയാക്കി? 10:30 ആക്കി. 4 അപ്പുറത്തേക്ക് 4:30 ആക്കി. ഒരൊറ്റ മുസ്ലിം അധ്യാപികമാരിൽ ഒരൊറ്റ മുസ്ലിം സ്കൂളിൽ ഇന്ന് ഇഷ്ടം പോലെ മാപ്പിളയും ടീച്ചർമാരും മാഷന്മാരുണ്ട്. നടക്കൂല. എന്തേ? നമ്മുടെ ഐഡന്റിറ്റിയോട് നമുക്ക് ബഹുമാനമില്ലാതായപ്പോൾ അള്ളാഹു അതിനുള്ള വളർച്ചയും വികാസവും മുരടിപ്പിക്കുകയും അന്യർ അതിനനുസരപ്പെടുത്തുകയും ചെയ്തു. ഇത് വേറെ ആരോ പറഞ്ഞല്ല, റഹ്മത്തുള്ളാന്റെ അനുഭവമാണ്. വീട്ടിൽ പോയി മദ്രസയിലെ ബുക്ക് വെച്ച് പോയി കഞ്ഞോ എന്തോ കുടിച്ച് പാഞ്ഞ് അവിടെ പോയി കൃത്യം 10:30 ബെല്ലടി. അസംബ്ലി പ്രതിജ്ഞ ഇതൊക്കെ കൃത്യം. കരുണാകരൻ മാഷിന് 10:30. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് നമ്മളെ മദ്രസയുടെ അവസ്ഥ 7 മണിക്ക് നമ്മൾ 7:30 കുട്ടികളെത്തുള്ളൂ. 9 നടന്നാൽ 8:30 പോകും. അതാ ഒരു നിലക്ക് മദ്രസ എന്ന സാധനത്തിന് കെട്ടുന്നുണ്ട് കുട്ടികളിൽ. ഇവിടെ അടുത്തൊരു മഹലില് മദ്രസയുടെ വാർഷികത്തിന് ഇന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ സ്വാഭാവികമായും സെക്രട്ടറി പ്രസിഡന്റ് ഒറ്റ ചോദിക്കും, ഇതേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അപ്പൊ ഇവിടെ അടുത്ത് മാലിന്റെ പേര് പറയല് റീബത്തായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പറയും. ഇനി നിങ്ങളെ മാലിനെ പറ്റി വേറെ പറഞ്ഞു. അപ്പൊ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മദ്രസ സെക്രട്ടറിയോട് ചോദിച്ചു, അല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അപ്പോൾ മൂപ്പര് പറഞ്ഞേ, മദ്രസയൊന്നും കുട്ടികളില്ല, നിങ്ങൾ നന്നായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, അതിനെന്റെ സഹോദര മദ്രസയിൽ കുട്ടികളില്ലാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കാത്തോണ്ടാവുമല്ലോ. നമ്മളെ പെണ്ണുങ്ങളോ നല്ലോണം പള്ളയുണ്ടായി പ്രസവിക്കട്ടെ എന്നൊരു യാസിനോട് ഞാൻ ദ്വാരക്കാം, അല്ലാതെ ജനങ്ങളോട് ചൂടാക്കി എന്താ കാര്യം എന്ന് വെച്ചു. അപ്പൊ സൈക്കിൾ മതി വീണ വലിച്ച് പ്രസവമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ എവിടെ വെച്ചു? കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ. കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മൂല്യരോട് ഒന്ന് പറയും. ഒരുത്തം കല്യാണം കഴിച്ച് 6 മാസത്തോടെ പറയാൻ തുടങ്ങും. 6 മാസം മുതലുള്ള ലിസ്റ്റിന്റെ കയ്യിലുണ്ട്. 6 മാസമായി ഇതുവരെയും നിങ്ങൾക്ക് വിശേഷമൊന്നുമില്ല, നിങ്ങൾ ദ്വാരക്ക് ഉസ്താദെ. 1 കൊല്ലം പറയും, 2 കൊല്ലം 9 കൊല്ലത്തിലെ ലിസ്റ്റ് വരെ എൻ്റെ അടുത്ത് ഉണ്ട്. നിങ്ങൾ ദ്വാരക്ക് ആയിക്കോട്ടെ. ഇപ്പൊ ഇങ്ങനെ നാട്ടുകാർക്കൊന്നും എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അതെല്ലാം ദ്വാ ചെയ്ത് പരിഹരിച്ചു കൊടുക്കുന്ന സാമൂഹിക ജീവിയാണല്ലോ ഇന്ന് ഈ മുസ്ലിം. ഈ മുസ്ലിം ഇതൊക്കെ പറഞ്ഞ് ഇയാൾക്കും ദ്വാരന്ന് എല്ലാവരും കൂടി ആമയും പറഞ്ഞാൽ കുട്ടി ഉണ്ടായി വെക്കാം. ഇങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയും മൂല്യം തമ്മിൽ ബന്ധമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു പീരീഡ് ഇത് പഠിപ്പിക്കും. അതുകൊണ്ട് ഖുർആൻ അറിയില്ല. നിങ്ങൾ എഴുതി വെച്ചോളി. പള്ളി ഇവിടെ ഉണ്ടാവും, മദ്രസ ഇവിടെ ഉണ്ടാവും, ദീൻ ഇവിടെ ഉണ്ടാവില്ല. ദീൻ ഉണ്ടാണെങ്കിൽ ഖുർആൻ തീരണം. എന്ത് ഓത്ത് അർത്ഥം. പിന്നെ ഈ ഒന്നാമത്തെ കാര്യം അർത്ഥമല്ല, ഈ
ഒന്നാമത്തെ കാര്യം ഇഖ്റ, ഓത്. അതേ ആയത്തെ പിന്നെയും പറഞ്ഞു ഇഖ്റ വറബ്ബുക്കൽ അക്രം. രണ്ടോട്ടം പറഞ്ഞു ഓത് ഓത്. ഏറ്റവും വലിയ മർമ്മം ഓത്താണ്. 2ാം ക്ലാസ്സിൽ കൂട്ടിയിട്ട് പഠിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങും ഖുർആൻ ഓത്ത്. 3ാം ക്ലാസ്സിലും പഠിക്കും, 4ാം ക്ലാസ്സിലും പഠിക്കും, 5ാം ക്ലാസ്സിലും പഠിക്കും, 6ാം ക്ലാസ്സിലും. 3/4 മണിക്കൂർ 1 മണിക്കൂർ പീരീഡ് എന്ത് ഓത്ത്. അത് 5ാം ക്ലാസ്സിലും ഓത്ത്, 6ാം ക്ലാസ്സിലും ഓത്ത്. മേശയുടെ ചുറ്റും മുസ്ലിം ഞങ്ങൾ അങ്ങനെ നിർത്തും. എന്നിട്ട് മൂപ്പരും ഇങ്ങനെ ബാക്കിലൂടെ നടക്കും. മുങ്കറിനെ കീറിനെ പേടിക്കും പോലെ പേടിയാ. കാരണം എവിടെയാണ് മഹ്റജ് തെറ്റ അടി അപ്പഴ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ ഖുർആൻ ഓടുമ്പോ ഒരു അക്ഷരം ഇങ്ങനെ ഓടുന്ന സമയത്ത് എനിക്ക് തൊടന്റെ ബാക്ക് ഭാഗം വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായില്ല? 35 കൊല്ലം മുമ്പ് മുസോലിന്റെ കയ്യിൽ നിന്ന് പറയും മനുഷ്യന്മാരെ തല്ലുത്തിയതാ. അത് ഇന്ന് പോയി. ഖുർആൻ ഓടാൻ കഴിയുന്ന ആളുകൾ മലബാറിൽ ഇല്ലാതെയാവുകയാണ്. അടിസ്ഥാന കാരണം ഇംഗ്ലീഷിൽ. ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതും ഇല്ലാതെയായിട്ട് എവിടേക്കുള്ള പോക്കാണ് ഈ പോണത്. നമ്മൾ നമ്മുടെ അടിത്തറയെ നിസാരവൽക്കരിച്ചാൽ പിന്നെ അതിനിവിടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാവരും പാഠം നമ്പർ 1 ബാക്കി അള്ളാഹു നിവർത്തിച്ചു തരും. അവസരോചിതമായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു തരും. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. നിങ്ങളിത് ചെയ്യും, നിങ്ങൾ ചെയ്യും, നിങ്ങൾ ചെയ്യും. 40 വയസ്സിന്റെ താഴെയുള്ളവർ, ഉസ്താദുമാരല്ലാത്തവർ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഫ് പോതിയ ആളുകൾ ഒന്ന് കൈപ്പൊക്കി. നമ്മളെ മാലിന്യം ഉസ്താദുമാരും താലിമ്യങ്ങൾ അല്ലാത്തവര് 40 വയസ്സിന്റെ താഴെ ഉള്ള ആളുകൾ, 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ മാത്രം. 40 അവരാണല്ലോ പുതിയ തലമുറ. അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ നമുക്ക് പോകാനുള്ളത്. 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ നിങ്ങളുടെ മഹല്ലിൽ കഴിഞ്ഞ ആഴ്ച അൽക്കഫ് പൊതിയവർ കൈപ്പൊക്കി. 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ ഒരാളുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് അല്ല നല്ലത്, ചൂരൽ കൊണ്ട് അടിയാണ്. നന്നാവില്ല. അള്ളാഹുവിന്റെ നിയമത്തിന് സാരവൽക്കരിച്ചു. വെള്ളിയാഴ്ച സാരവൽക്കരിച്ചു. നമ്മളൊന്നും വിചാരിക്കരുത്. വിചാരിച്ചാൽ എനിക്കൊരു കുന്തം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇന്ന അറിയാലോ, ഞാൻ പണ്ടേ ചൂടനാണ്, ഇപ്പോഴും ചൂടനാണ്. ചൂടിനൊന്നും വ്യത്യാസം വരില്ല. എനിക്കിത് അവസാനിച്ച് പോകണമെന്നൊന്നും എൻ്റെ മനസ്സിലില്ല. ഇപ്പോൾ നേര് പറയുക, എനിക്കിത് തൊഴിലുമല്ല. ഞാൻ അങ്ങനെ വിചാരിക്കും. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് തന്ന മൂല്യരാ. ഞാനൊരു ബാപ്പാനെ പേടിച്ചിട്ട് ഞാൻ ജീവിക്കൂല. നമ്മൾ അള്ളാഹുവിന് അകന്നുപോയി. മൻ ഖറഅ സൂറത്തുൽ കൗഫ് യൗമൽ ജുമുഅ കാനത് ലഹു നൂറുൻ ബൈനൽ ജുമുഅത്തൈൻ. അടുത്ത വെള്ളിയാഴ്ച കൊണ്ടിൽ മരിക്കുകയാണെങ്കിൽ ഒരു ഈമാൻ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഇത് പറയേണ്ടത്? മുഹമ്മദ് നബി പറയേണ്ടത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ കലാം നമ്മൾ എന്ത് ബന്ധമാണ്? എന്ത് ബന്ധം? എന്താ ബന്ധം? പടിഞ്ഞാറിന്റെ പിന്നാലെ പോകണ്ട. ഗ്രേറ്റ് അലക്സാണ്ടർ സിഫിലിസ് പിടിച്ച് ചത്തത. മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ 3-ാം നൂറ്റാണ്ടിൽ മാസിഡോണിയ എന്ന അട്ടാവട്ടത്തിലുള്ള ഒരു നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഫിലിപ്പ് മരിച്ചപ്പോൾ 17-ാമത്തെ വയസ്സിൽ രാജാവായി അലക്സാണ്ടർ. ഈ അലക്സാണ്ടറിന്റെ അത്ര പെണ്ണുപിടിയാൻ ലോകത്തുണ്ടായിട്ടില്ല. അലക്സാണ്ടർ ചരിത്രം പഠിക്കുക. അതാണ് പടിഞ്ഞാറൻ യൂറോപ്പ്. അവരുടെ സംസ്കാരം ഇസ്ലാമിക വിരുദ്ധാണ്. അവരെ പിൻപറ്റിയിട്ട് ഒരു സമുദായം നന്നാവില്ല. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മുന്നോട്ട് പോവുകയും നമ്മൾ എല്ലാം നല്ലതിനെയും സ്വീകരിക്കുകയും ചെയ്യും.